അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് നമുക്ക് ഏറ്റവും എളുപ്പമാക്കുന്നൊരു രീതിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കൊക്കെ അത് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു വീഡിയോ തന്നെയാണ്. കണ്ടു നോക്കി നോക്കൂ. അപ്പോൾ കുറച്ച് നല്ല കുക്കിംഗ് ടിപ്സൊക്കെ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നത് മീൻ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചെടുത്ത് വെക്കേണ്ടതാണ് പറയുന്നത്. അതിലേക്ക് കൊത്തമല്ലി എടുത്തിട്ടുണ്ട്, വറ്റൽമുളക്, കുരുമുളക്, ഉപ്പ്, പിന്നെ അതേപോലെ പെരുംജീരകം ഇത്രയും ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 അല്ലി വെള്ളുള്ളിയും ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഞാനിപ്പോഴും മസാല തേക്കുന്നത് കുഞ്ഞമത്തിയിലോട്ടേക്കാണ്. അപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ മീനൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ചധികം വാങ്ങുക, എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിക്ക് ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ താഴെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴെ ആണെങ്കിൽ ഒരാഴ്ച അത് കിട്ടും. പിന്നെ ഫ്രീസറിലാണെങ്കിൽ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ അങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വിനിഗർ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. മഞ്ഞൾപ്പൊടി അങ്ങനത്തതൊന്നും ചേർത്തിട്ടില്ല. ഇത് നല്ലൊരു ഫ്ലേവറിലുള്ളൊരു മസാലേൻ്റെ അരപ്പനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാത്തത്. അപ്പോൾ അതെല്ലാം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് ഒരാഴ്ച 2 ആഴ്ച സുഖമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പൊരിച്ചെടുക്കാനും പറ്റും. രാവിലെ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പ്ലാൻ ആക്കുകയാണെങ്കിൽ ഇതേപോലെ റാഗിൻ്റെ ദോശക്കുള്ള അരിയാണ് ഞാനിവിടെ കുതിർത്ത് വെക്കുന്നത്. ഇതൊന്നും നമുക്ക് അരച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതൊരു 1-2 ആഴ്ചയിലോട്ടേക്ക് ഏറ്റവും സൂപ്പറാണ്. അപ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് 1 കപ്പോളം റാഗി ഇട്ടെടുത്തിട്ടുണ്ട്, 1 കപ്പോളം പച്ചരി ഇട്ടെടുത്തിട്ടുണ്ട്, 1 കപ്പോളം ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരല്പം ഉലുവ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുക്കണം. താണ്ടേ നല്ല വൃത്തിക്ക് കഴുകി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ച് നമുക്കിത് ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഞാനിത് അരയ്ക്കുന്ന സമയത്ത് ചോറോ ഒന്നും ചേർക്കുന്നൊന്നുമില്ല കേട്ടോ. ഇത് അങ്ങനെ തന്നെ അരച്ചെടുക്കുകയാണ്. പിന്നീട് ഞാനിതൊന്നും കഴുകിയിട്ടില്ല കേട്ടോ. ഫസ്റ്റത്തെ കഴുകലിൽ തന്നെ നല്ല വൃത്തിക്ക് തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് അരച്ചത് കുറച്ച് തിക്കിലാണ് അരച്ചത്. അപ്പോൾ എനിക്ക് 2 കാര്യമായി. ഒരു ദിവസം ഇഡ്ഡലി ആക്കുക, ഒരു ദിവസം ദോശയാക്കുക. എങ്ങനെയുണ്ട്? അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് അങ്ങനെ അരച്ചോളൂ. എന്നിട്ട് നമുക്ക് ഇഡ്ഡലിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ശരിക്കൊന്ന് പൊന്തി വന്നതിന് ശേഷം ഒരു കയ്യിൽ വെച്ചിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് ശരിക്കും ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്ലഫി ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ മേക്ക് ചെയ്യുകയാണെങ്കിലേ സൂപ്പർ പ്ലഫി ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി ദോശക്കാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് മൊരിഞ്ഞ ദോശ തന്നെ കിട്ടും. ഈ റാഗിൻ്റെ ദോശ ഇഡ്ഡലി എന്നൊക്കെ പറയുന്നത് സൂപ്പർ സാധനം കേട്ടോ, ഭയങ്കര ടേസ്റ്റുമാണിത്. അപ്പോൾ ഞാൻ നല്ല പോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ അങ്ങനെ കൂടുതലാക്കി വെച്ചോളൂ. നമുക്കിങ്ങനെ ഡെയിലി ഇങ്ങനെ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ ഉള്ള മാവ് ഇങ്ങനെ അരയ്ക്കുക അതിങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഒരു തവണ പണിയെടുക്കുന്ന സമയത്ത് അതൊരാഴ്ചത്തോട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചോളൂ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇഡ്ഡലിയോ ദോശ എന്ത് വേണേലും ആക്കാമല്ലോ. അപ്പോൾ ഞാനിത് ഓരോ ദിവസമായിട്ട് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റാഗിൻ്റെ ദോശ ഇഡ്ഡലി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസവും എനിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കേ. പിന്നെ ഇതിൻ്റെ കൂടെ ചട്നിയും സാമ്പാറും തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നല്ല മീൻ മുളകിട്ടും കൂട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റ് അറിയോ. ഞാൻ പിന്നെ അടുത്ത ദിവസം മുളകിട്ടിട്ടുണ്ടായിരുന്നേ, അതും കൂട്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു റാഗിൻ്റെ ദോശ കഴിച്ചത്. റാഗിൻ്റെ ദോശ എന്ത് രസം അറിയോ, നല്ല മുരിങ്ങനായിട്ടും അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങുന്ന സമയത്ത് ഇനിയിപ്പം എന്താണെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോഴും നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് മത്തനാണ്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള മത്തൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കവറൊന്ന് പോക്കിയപ്പോഴേ മനസ്സിൽ ലഡ്ഡു പൊട്ടി. 2 കുരു അങ്ങനെ മുള പൊട്ടിയിട്ടുണ്ട്. അതൊന്ന് ഞാൻ മണ്ണിലോട്ടൊക്കെ കുത്തി നോക്കട്ടെ, അത് വളരോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. പിന്നെ ഇവിടെ സ്പേസ് കുറവാണ്, പക്ഷെ അതൊന്ന് വള്ളി പടർന്ന് കിട്ടുകയാണെങ്കിൽ മത്തൻ്റെ എല്ലാം ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാമല്ലോ. മത്തൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു കുരു ഞാൻ മണ്ണിലോട്ടേക്ക് അങ്ങനെ കുത്തി വെക്കുകയാണ്. നല്ല മണ്ണൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലോട്ടേക്ക് അങ്ങനെ കുത്തിയിടുകയാണ്. ഇതേപോലെ നമുക്ക് മുള പൊട്ടിയ കുരുവൊക്കെ കിട്ടുകയാണെങ്കിൽ എന്ത് രസമല്ലേ. നാട്ടിലൊക്കെ ആണെങ്കിലേ ഇങ്ങനെ കിട്ടുന്ന കുരു നമ്മുടെ ഈ തെങ്ങും തോപ്പ് ആ ഭാഗമൊക്കെ ഉണ്ടാവില്ല, അവിടെയൊക്കെ ഇങ്ങനെ വെച്ചെടുത്താൽ മതി. ചുമ്മാ അങ്ങനെ ഉണ്ടാവും, ഭയങ്കര രസം തന്നെ അല്ലേ. ചുമ്മാ അങ്ങനെ എറിയുന്നതൊക്കെ കാണാം നാട്ടിലിങ്ങനെ പടർന്ന് പിടിച്ച് ഇതാക്കുന്നത്.
നമ്മുടെ ഇവിടെ നമ്മൾ ചട്ടിയിലിട്ട് വളർത്തിന്നാലിട്ട് ചിലപ്പോൾ കിട്ടും ചിലപ്പം കിട്ടില്ല. ഓരോരോ നസീബ് പോലാണ്. അപ്പോൾ ഞാൻ എന്തായാലും മണ്ണിൽ കുത്തിയിട്ട് നോക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ മുള പൊട്ടി കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അതിങ്ങനെ ഓർമ്മയായി. അല്ലാ, നാട്ടിലൊക്കെയാണ് അങ്ങോട്ട് ഇടുകയാണെങ്കിൽ ഇപ്പോൾ അതിങ്ങനെ പറന്ന് പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോഴതവിടെ പിന്നെ കിടക്കട്ടെ, നമുക്ക് മത്തനൊന്ന് റെഡിയാക്കാം. ഞാനിതൊരു 2 ആഴ്ചത്തേക്ക് പ്ലാൻ ആക്കിയിട്ടാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള മത്തന് വാങ്ങിയത്. പിന്നെ അതേപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പീസ് ഞാനത് തൊലിയോട് കൂടിയിട്ട് വലിയതാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അത് പരിപ്പും തൊലിയോട് കൂടിയിട്ടുള്ള മത്തനൊക്കെ കൂട്ടിയിട്ട് കറി വെച്ചാൽ ഭയങ്കര രസമായിരിക്കും. പിന്നെ ഞാൻ ചെറിയ പീസാക്കിയിട്ട് അതും കട്ട് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ഉപ്പേരിക്കൊക്കെ വെക്കാനായിട്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ കുക്കറിലേക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പീസിന് തൊലി ഇല്ല കേട്ടോ, തൊലി പോക്കിയിട്ടാണ്. അപ്പം പിന്നെ ഞാനിതാണ്ട് 3 വലുപ്പത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബോക്സിലാക്കി വെക്കുന്നുണ്ട്. അതിൽ ഒരു ബോക്സ് ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കും, 2 ബോക്സ് താഴെ തന്നെ വെക്കും. ഏകദേശം അതൊക്കെ ഒരു ആഴ്ച കിട്ടുള്ളൂ, അത്രേ താഴൊക്കെ കിട്ടുള്ളൂ കേട്ടോ. മത്തനൊക്കെ പെട്ടെന്ന് തന്നെ ചീത്തായിപ്പോൾ. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലൊക്കെ കണക്കനാണ്. അപ്പോൾ നമുക്കത് ഫ്രീസറിലോട്ടേക്ക് വെക്കുകയാണെങ്കിൽ 2 ആഴ്ച അങ്ങനെ കിട്ടും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പെട്ടെന്ന് പുറത്തേക്ക് വെക്കുക, എന്നിട്ട് അപ്പം തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം ബോക്സിലേക്ക് ഇട്ട് വെക്കാനായിട്ട് കേട്ടോ. നിങ്ങൾക്ക് അതേപോലെ ഏത് പച്ചക്കറിയാണോ ഇഷ്ടം അതിങ്ങനെ കുറച്ചധികം വാങ്ങുക, എന്നിട്ട് ഇതേപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തതിന് ശേഷം ഫ്രീസറിലും ഫ്രിഡ്ജിൻ്റെ താഴെ അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു 2-3 ആഴ്ചത്തേക്ക് നമുക്ക് അങ്ങനെ വലിയൊരു പണിയൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസം ഒന്ന് മെനക്കെടുകയാണെങ്കിൽ ഞാനിപ്പോൾ അടുത്ത ദിവസം ഏറ്റവും എളുപ്പത്തിലുള്ളൊരു മത്തൻ കറിയുടെ റെസിപ്പി അതും കൂടെ കാണിച്ചു തരാം. ചൂടായി കിടക്കുന്ന ചട്ടിയിലോട്ടൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകും പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കിക്കോളാം കേട്ടോ. നല്ല രസമാണ് ചെറിയ ജീരകമൊക്കെ ഇട്ടാൽ. അതും പൊട്ടിച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും പൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു വലിയ ഉള്ളിയാണ് ചെറുത്, അതും കൂടെ അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മത്തൻ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തനില്ലേ, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു ദിവസം നമ്മൾ ഇതേപോലെ ഒന്ന് മെനക്കെടുകയാണെങ്കിൽ ബാക്കിയുള്ള ദിവസം നമുക്ക് ശരിക്കും ആറാംസേ നമ്മുടെ പണിയൊക്കെ തീർത്ത് അടുക്കളയിൽ നിന്നും വേഗം ബൈ പറഞ്ഞ് കയറട്ടോ. കുറേ നേരം അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര പൂർത്തികേടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള നുറുക്കുകളൊക്കെ നമുക്ക് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എന്ത് എളുപ്പമല്ലേ. അപ്പോൾ ഈ മത്തൻ അങ്ങനെ അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ കടല ഞാൻ വെള്ളത്തിലിട്ടിട്ട് പിന്നെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത് ഏകദേശം 1 കിലോളം ഞാനങ്ങനെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കുക്കറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കേണ്ടത്, അതായത് വിസിലടുപ്പിച്ചിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ചെറിയ ഒരു ക്വാണ്ടിറ്റിക്ക് എടുത്തിട്ടാണ് ഈ ഒരു മത്തനിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറേ ഒന്നും എടുത്തിട്ടൊന്നുമില്ലേ, കുറച്ച് തന്നെ നമുക്ക് ധാരാളമാണ്. ബാക്കിയുള്ള കടല പിന്നെ അതൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഇതേപോലെ കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കടലൊന്ന് വേവാനായിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ടേ സാമ്പാറിൻ്റെ പൊടി ഉണ്ടല്ലോ, അതൊരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു കറിയിലേക്കൊക്കെ സാമ്പാർ പൊടി ചേർക്കുമ്പോൾ എന്ത് ടേസ്റ്റ് അറിയാം ആ ഒരു കറിക്ക്. അതൊന്ന് അവിടെ വേവട്ടെ. ബാക്കിയുള്ള കടല അത് കണ്ടില്ലേ, അത് ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം ഞാനങ്ങനെ പിന്നെ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുകയാണ്. ഫ്രീസറിലേക്ക് എടുത്ത് വെക്കേണ്ട, താഴെ വെച്ചാൽ മതി കേട്ടോ. താഴെ വെച്ചാൽ നമുക്കിത് ഒരാഴ്ച അങ്ങനെ കിട്ടും. ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളത് അങ്ങനെ പുഴുങ്ങി വെച്ചാൽ മതി. അപ്പോൾ ഞാനിതാണ്ട് ദോശൻ്റെ കൂടെ അങ്ങനെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. ദോശൻ്റെ കൂടെ മാഷാഅല്ലാ ഇത് ടേസ്റ്റ് അറിയാം ആ ഒരു കറി. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും. ഇതിലേക്ക് വേറെ അൽക്കുലത്ത് പൊടികളൊന്നും ചേർത്തിട്ടില്ല. ആകെ 1 ടീസ്പൂണ് സാമ്പാറിൻ്റെ മസാലപ്പൊടിയാണ് ചേർത്തത്. അതിൽ തന്നെ ആ ടേസ്റ്റ് നമുക്ക് വെറൈറ്റി ആയിട്ട് കിട്ടി. എളുപ്പത്തിലുള്ളൊരു പണിയാണല്ലോ അല്ലേ ഇത്. രാവിലെ ഉറങ്ങി എഴുന്നേറ്റാലാണല്ലോ അല്ലേ ശരിക്കും നമ്മൾ പെണ്ണുങ്ങൾക്ക്, എല്ലാവർക്കും ഒന്നല്ല, ചിലർക്ക് എന്നെ പോലെയുള്ള ചില ആൾക്കാർക്കുണ്ട് ഇടയ്ക്കൊരു മടി വരുത്ത്. അപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആക്കാമെന്നൊരു തോന്നലുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കിയോ കേട്ടോ. തട്ടിക്കൂട്ടി ആക്കിയും വേണം, എന്നാൽ കുറച്ച് ഹെൽത്തി ആവുകയും വേണം. അപ്പം നമുക്ക് പാനിലോട്ടേക്ക് പിന്നെ ഒലിവ് ഓയിൽ ഒഴിച്ചെടുക്കാം. ഒരല്പം മതി കേട്ടോ. എന്നിട്ട് ഒരു എഗ്ഗ് നമുക്കങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കളർഫുൾ ക്യാപ്സിക്കം അത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കളർഫുൾ ക്യാപ്സിക്കം തന്നെ വേണമെന്നൊന്നുമില്ല, പിന്നെ ഏതെങ്കിലും ഒന്നും മതി കേട്ടോ. അതിൻ്റെ മുകളിൽ വലിയുള്ളിയും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്നും നമുക്ക് മിക്സാക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നേരെ ഒരു കുബൂസിൻ്റെ മുകളിലോട്ടേക്ക് ഈ ഒരു എഗ്ഗും ക്യാപ്സിക്കത്തിൻ്റെ കൂട്ടും കൂടെ അങ്ങനെ ഇട്ടിട്ടൊന്ന് റോൾ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ പൊള്ളിയാണ് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം ഉള്ളിയൊന്നും ഒരുപാട് കിടന്നിട്ട് കുക്കാകണമെന്നൊന്നുമില്ല, ജസ്റ്റ് അതൊന്നിങ്ങനെ ചൂടായാൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പ് ഒരല്പം ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിലൊരു പെപ്പറിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ
അങ്ങനെ പെപ്പർ പൗഡറൊക്കെ അങ്ങനെ ചേർത്ത് കൊടുത്തോളൂ. എനിക്ക് പിന്നെ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒരല്പം തൈര് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം കെച്ചപ്പും കൂടെ ഇട്ട് കൊടുത്ത് റോൾ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ പൊളിയാണ്. പിന്നെ അതേപോലെ നേരത്തെ 3 ക്യാപ്സിക്കം ഞാനിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു കളർഫുള്ളായിട്ടുള്ളത്. അത് 3 ഇതിലേക്ക് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അത് അരിഞ്ഞിട്ട് ഇതേപോലെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പം നമുക്ക് ഫ്രൈഡ് റൈസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പത്തിൽ അങ്ങനെ ഇട്ടാൽ മതിയല്ലോ. എന്തും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുമ്പോൾ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി മറക്കരുത്. പിന്നെ അതേപോലെ കണ്ടെയ്നർ ബോക്സിൽ തന്നെ ഇട്ടിട്ട് എടുത്ത് വെക്കണം കേട്ടോ. അതിങ്ങനെ തുറന്നിട്ടൊന്നും ഇട്ട് വെക്കരുത്. അതേപോലെ കവറിലൊന്നും ഇട്ട് വെക്കരുത് കേട്ടോ. കവറിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെന്താണ് ഒരു ചീഞ്ഞ പോലെ ആയിപ്പോവും. എപ്പോഴും ബോക്സ് തന്നെ ഇട്ട് വെക്കാൻ വേണ്ടി നോക്കുക. നല്ല ഫ്ലേവറോട് കൂട്ടിയിട്ടുള്ളൊരു ചിക്കൻ മസാല ആണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. എല്ലിൻ്റെ പീസാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ, എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ബ്രസ്റ്റ് പീസ് ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം 1 ടേബിൾ സ്പൂണ് ഷവർമ്മ മസാല പൗഡർ, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കണേ. കൈ വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചിക്കൻ എടുക്കുക. എന്നിട്ട് അത് അപ്പം തന്നെ ഒന്ന് പൊരിച്ചിട്ട് പിന്നെ അത് ഷവർമ്മ ആക്കുക അല്ലെങ്കിൽ സാൻഡ്വിച്ച് ആക്കാനൊക്കെ തന്നെ എളുപ്പമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് അരിയണം കേട്ടോ. എല്ലോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ആ രീതിക്ക്. അപ്പോൾ ഇത് ഒരാഴ്ചയൊക്കെ നിൽക്കാനായിട്ട് ഒരല്പം വിനിഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനിഗർ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചിക്കന് ചീത്ത ആവത്തുമില്ല, ആ ഒരു ബാഡ് സ്മെല്ല് വരുമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം ഇഞ്ചി വെള്ളുള്ളിൻ്റെ പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്തും കിട്ടും കേട്ടോ. നമുക്കിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ബേക്ക് ചെയ്യേ അല്ലെങ്കിൽ ടോസ്റ്റ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കുക. കൂടുതൽ കിട്ടണമെങ്കിൽ ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി. അതേപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ ചിക്കൻ സ്ട്രിപ്സൊക്കെ കൊടുക്കണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചിക്കൻ ബ്രസ്റ്റ് പീസ് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ മസാല തേച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഷവർമ്മ മസാലപ്പൊടി തന്നെ വേണമെന്നൊന്നുമില്ല, വേറെ ഏതെങ്കിലും പൊടികളൊക്കെ ചേർത്തിട്ട് ഇതേപോലെ കുഴച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സൂപ്പറായിരിക്കും. നമ്മുടെ പണി എളുപ്പത്തിൽ കഴിയട്ടോ. അപ്പോൾ ഈ രാവിലെ കുട്ടികൾക്ക് ടിഫിനാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും തലവേദന പിടിച്ചൊരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ നമുക്കിത് ഒരാഴ്ചയിലേക്ക് അങ്ങനെ പ്ലാൻ ആക്കുകയാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവും. ഒരു ദിവസം സാൻഡ്വിച്ച്, ഒരു ദിവസം ഷവർമ്മ. അതേപോലെ ക്യാപ്സിക്കൊക്കെ അരിഞ്ഞ് എടുത്ത് വെക്കുകയാണെങ്കിൽ ചിക്കൻ പൊരിച്ചതിൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കം, ക്യാബേജ് ഇങ്ങനത്തതൊക്കെ ഇട്ടിട്ട് അങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു മസാല അരപ്പിലും വിനിഗറൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിൽ കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ മജ്ബൂസിൻ്റെ മസാലപ്പൊടി, ഒരല്പം അറബിക് മസാലപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് കുഴച്ചതാണ്. ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എന്നിട്ട് നമുക്കിത് ഓരോരോ ഫ്ലേവർ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഓരോ ദിവസം കഴിക്കുമ്പോൾ ഒരു വ്യത്യസ്ത ഫ്ലേവർ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ സാൻഡ്വിച്ചിനാണെങ്കിലും ഷവർമ്മക്കാണെങ്കിലും എന്തിനാണെങ്കിലും ഇങ്ങനെ ഒരു മസാല ആക്കി വെക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് തന്നെ നമ്മുടെ പണി തീരും. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലോ ഇനി വലിയവർക്കാണെങ്കിലോ ടിഫിൻ ബോക്സ് റെഡിയാക്കാൻ എളുപ്പത്തിൽ തന്നെ പണി തീരും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ശനിയാഴ്ച, ഞായറാഴ്ച അങ്ങനത്തെ ഒരു ദിവസം പണിയിലോട്ടേക്ക് നിന്നാൽ മതി. ഇതൊക്കെ നാക്കിയിട്ട് കണ്ടെയ്നർ ബോക്സിലാക്കി ഫ്രിഡ്ജിലോ ഫ്രീസറിലോ എവിടെയെങ്കിലും വെച്ചോളൂ കേട്ടോ. ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് 1 മാസം വരെ നമുക്ക് കൂളായിട്ട് അങ്ങനെ ഇരിക്കേ. പിന്നെ താഴെ വെക്കുകയാണെങ്കിൽ ഇത് ഒരാഴ്ച കൊണ്ട് അങ്ങനെ എടുത്തോളൂ. ഞാനിപ്പോൾ ഏതാണ്ടൊരു ബോക്സിലൊക്കെ ആക്കിയിട്ട് താഴെ വെക്കുകയാണ്. കാരണം ഇത് ഞാനൊരാഴ്ച ക്വാണ്ടിറ്റിയിലോട്ടൊക്കെയാണ് മസാല തേച്ചത്. അപ്പോൾ ഈ വീട്ടമ്മമാർക്കൊക്കെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.